പോയിട്ട് വന്നോണ്ട് ഒരു 10 രൂപ എന്ത് സ്വഭാവ. ഹേ ഗൈസ്, സോ ഇന്ന് ഞങ്ങളൊരു സൺഡേ ആയതുകൊണ്ട് ഒരു ഔട്ടിങ്ങിന് പോവാണ് ഗൈസ്. സോ ആദ്യം തന്നെ ഞങ്ങൾ ഈ പാർക്കിലാണ് പോയിരിക്കുന്നത്. ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ ഗൈസ്, അടിപൊളിയായിരുന്നു. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു മാർക്കറ്റിൽ പോയി. ആ മാർക്കറ്റിൽ കുറച്ച് സാധനം മേടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ മേടിച്ച് വന്നപ്പോൾ കുറച്ചേറെ ആയിപ്പോയി ഗൈസ്. ഇന്നലെ ഞങ്ങൾ പാപ്പരായി അത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ഇന്നലെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട് ഗൈസ്. അങ്ങനെയൊക്കെ ബാർഗെയിൻ ചെയ്ത് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഗൈസ്. എത്ര? പോയിട്ട് വന്നോണ്ട് ഒരു 10 രൂപ എന്ത് സ്വഭാവ. എഷ്ടു അതിന് എഷ്ടു. ഈ പുള്ളിയാണ് ഞങ്ങൾക്ക് തരുന്നേയില്ല. അവസാനം ഞങ്ങൾ ബാർഗെയിൻ ചെയ്ത് അവസാനം അത് മേടിച്ചു. അതിൻ്റെ ഫ്രണ്ടിന് വേണ്ടിയായിരുന്നു. പിന്നെ കുറച്ച് ചെരുപ്പൊക്കെ നോക്കി, പക്ഷെ മേടിച്ചില്ല. പിന്നെ ഈ ക്ലിപ്പൊക്കെ ഞാൻ മേടിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ക്യൂട്ടി ആയതുകൊണ്ട് നമ്മൾ മേടിച്ചു. അതുപോലത്തെ ബാഗും മേടിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചു. അപ്പോൾ തന്നെ വേറെ ആൾക്കാരെ കാണാതെ, ഒരു സെറ്റിനെ കാണാതെ, എന്നിട്ട് ഞങ്ങൾ അവരെ തപ്പി ലൊക്കേഷനൊക്കെ ഇട്ട് ഞങ്ങൾ പോവാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ചീപ്പ് വിലയിലൊക്കെ ഇട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ മേടിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വിശപ്പിൻ്റെ വിളി വന്നു ഗൈസ്. 6 പേര് ഒരു ഓട്ടോയിൽ ഞങ്ങൾ കുത്തി നിറച്ച് കയറി. അവസാനം എത്തിപ്പെട്ടത് ഞങ്ങൾ ഉദ്ദേശിച്ച ഹോട്ടലിലായിരുന്നു. പിന്നെ വിശപ്പ് കാരണം ഞങ്ങൾ ഓർഡർ ചെയ്തു ഹണിമന്തി തന്നെ. എന്നിട്ട് റൈസ് തീരെ കൊള്ളില്ലായിരുന്നു. ചിക്കൻ പിന്നെയും കുഴപ്പമില്ല, റൈസ് ഭയങ്കര പുളിയായിരുന്നു. പിന്നെ അയാൾ ഞങ്ങൾക്ക് ബിരിയാണി റൈസ് തന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ വിലയൊക്കെ കുറച്ച് തന്നു കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ ഗൈസ്. സോ ബൈ.